मुझे ये बताओ कि ईवीएम जिंदा है कि मर गया? ഇതുവരെ ഇവിഎം മരിച്ചിട്ടില്ല, പക്ഷേ ഇവിഎമ്മിന്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. Elon Musk says that all EVMs should be eliminated as the risk of them being hacked by humans or AI, while small, is too high. EVM മരിച്ചുപോയോ എന്നാണ് പ്രധാനമന്ത്രി 2024 തിരഞ്ഞെടുപ്പിന് ശേഷം പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഇല്ല പ്രധാനമന്ത്രി, EV മെഷീൻ മരിച്ചു പോയിട്ടില്ല. എപ്പോഴൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടോ അതിനെയൊക്കെയും പരിഹാസത്തോടു കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കിക്കണ്ടത്. അതിനെ അത്തരത്തിൽ പരിഗണിച്ചുകൊണ്ട് അവഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അന്വേഷണം പോലും നടത്തുന്നതിന് നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറാവാത്തത്? സാധാരണ ജനങ്ങളിൽ പോലും EVM വിശ്വാസയോഗ്യമാണോ, അത് ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാനമായും രാഹുൽ ഗാന്ധിയാണ് ഈ വിമർശനം ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെയും നരേന്ദ്രമോദി ഇതുപോലെ പരിഹസിച്ച് തള്ളുകയാണ് ഉണ്ടായത്. EVM जिंदा है कि मर गया? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ മാത്രമല്ല സുപ്രീം കോടതി വരെയും പരാതി പോവുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം VVPAT എണ്ണിക്കൊണ്ടെങ്കിലും EVMന്റെ കാര്യക്ഷമത പരിശോധിക്കപ്പെടണം, അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിമർശനങ്ങളെയും ആരോപണങ്ങളെയും തള്ളിക്കളയുകയും VVPAT എണ്ണേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതിക്ക് മുമ്പാകെ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഈ ആവശ്യവും തള്ളിക്കളഞ്ഞു. എന്നാൽ നരേന്ദ്രമോദി പ്രതീക്ഷിച്ചതുപോലെ 2024 EVMനെ കുറിച്ചുള്ള വിമർശനങ്ങൾ അവസാനിച്ചു എന്ന് കരുതുവാൻ നിവൃത്തിയില്ല. വീണ്ടും EVM താരമായിരിക്കുകയാണ്. വീണ്ടും EVMനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും IT മേഖലയിലെയും അവസാന വാക്കായി പരിഗണിക്കപ്പെടാവുന്ന ലിയോൺ മസ്കിൻ്റെ വാക്കുകളിലൂടെ EVM പുനർജനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് EVM ഹാക്ക് ചെയ്യപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേനയും മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചും EVMനെ ഹാക്ക് ചെയ്യുവാനുള്ള സാധ്യത ചെറിയ ശതമാനമാണെങ്കിൽ പോലും അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് എന്നാണ് ലിയോൺ മസ്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ EVMനെ വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ലിയോൺ മസ്കിൻ്റെ ഈ വെളിപ്പെടുത്തലിനെ നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഏത് വിധത്തിൽ വീക്ഷിക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ മാറ്റിവെച്ചാലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന EVM മെഷീൻ ഒഴിവാക്കപ്പെടുകയും നമ്മുടെ പഴയ ബാലറ്റ് പേപ്പർ സമ്പ്രദായം തിരിച്ചു വരികയും ചെയ്യണം എന്ന ആവശ്യമാണ് വ്യാപകമായും ഉയർന്നു വന്നിട്ടുള്ളത്.